പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 നവംബർ മാസം 6-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. കരമൊന്ന് ഉയർത്തിയിട്ട് സ്തോത്രം പറയാമോ? കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത് ഓർത്ത്. അപ്പം നന്ദിയോടെ സ്തോത്രം അപ്പ. 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 അപ്പം നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് അപ്പം നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം അപ്പ. ഞങ്ങൾ എഴുന്നേറ്റതല്ല, ദൈവകൃപ. അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കർത്താവ് നടത്തും, അത്ഭുതകരമായി നടത്തും. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തും. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കഴിഞ്ഞ 5 ദിവസത്തെ മീറ്റിങ്ങുകളെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സ്തോത്രം. ആരുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ 5 ദിവസത്തെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നോ അങ്ങനെയുള്ളവരൊക്കെ കൈകൾ ഉയർത്തി ഒരു 5 പ്രാവശ്യം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവ് കഴിഞ്ഞ 5 ദിവസത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 116-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ കർത്താവിന് എന്തു പകരം കൊടുക്കും. 17-ാമത്തെ വാക്യം പറയും, ഞാൻ കർത്താവിന് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അവൻ 19-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ കർത്താവിൻ്റെ സകല ജനവും കാണുക കഴിക്കും, യഹോവയെ സ്തുതിപ്പൻ. അപ്പോൾ കർത്താവ് നമുക്ക് ചെയ്ത നന്മകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് സ്തോത്രം പറയുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയുവാൻ ഇടവരട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ കഴിയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പനിയുടെ അസ്വസ്ഥതയാൽ ബുദ്ധിമുട്ടുന്ന പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിലുള്ള പനികളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പനിയുടെ അസ്വസ്ഥതകൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അവൻ പനിക്കകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, കാൽ മുട്ടുകൾക്ക് രണ്ടിനും വേദനയായിട്ട് നടക്കുവാനും ഇരിക്കുവാനും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം ആ കാൽമുട്ടുകളിൽ ഉണ്ടാകട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സർജിക്കൽ പ്രൊസീജിയർ ചെയ്യണം, സർജറി ചെയ്താലേ അത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ചില കേസുകൾ, അതിന്മേൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളുടെ മേൽ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു. സർജറി കൂടാതുള്ളൊരു വിടുതൽ യേശുവിൻ്റെ നാമത്താൽ, ദൈവവചനത്താലുള്ളൊരു സർജറി അവിടെ നടക്കട്ടെ. ഞാൻ എൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ വചനം അയക്കപ്പെടട്ടെ. ആമേൻ. ആ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആ അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ പല ദിവസങ്ങളിലും ഇൻ്റർവ്യൂവിന് പോയി, ആമേൻ, പലരും വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയും ഒരു ഇൻ്റർവ്യൂ കോള് കിട്ടാതെ, അവൻ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ട് നടക്കാതിരിക്കുന്ന ചില കേസുകളിൽ ഈ 6-ാം തീയതി ഇന്ന് പകൽക്കാലം നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം നടക്കട്ടെ.
ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവെ, അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. നാളത്തെ സഭായോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ ഈ മാസത്തെ ആദ്യത്തെ സഭായോഗം നാളെയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് കർത്താവിന് സ്തോത്രം പറയാം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഇത് ഈ പുതിയ മാസത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് മന്ത് ഓഫ് വിക്ടറിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതിനെക്കുറിച്ചാണ് കേട്ടത്. ഇന്നലെയും ഈ വാക്യം വായിച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതായത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതുമ്പോൾ തെറ്റായ പഠിപ്പീരുകളും ആത്മീകമായ ചില കൺഫ്യൂഷനുകളും അദൃശ്യ ശക്തികളെക്കുറിച്ചുള്ള ഭയങ്ങളും ഈ അവിടുത്തെ കൾച്ചറിൽ നിന്നുള്ള ചില പ്രഷറുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. അദ്ദേഹം ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ കാണിച്ചു കൊടുത്തത് സകലത്തിലും വലുത് യേശുവാണ്. ആമേൻ. യേശു ഓൾറെഡി ആ ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് ജയിച്ചിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ആ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇനി ഇരുട്ടിൻ്റെ അധികാരത്തിലല്ല, നിങ്ങളെ നിയമപരമായിട്ട് യേശു ക്രിസ്തുവിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനിയും ഈ വാക്യത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ആമേൻ. വിക്ടറി ആൻഡ് ഡെലിവറൻസ്. അതായത് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുക, നമ്മൾ ജയിക്കാൻ പോകുന്നവരല്ല, നമ്മൾ ഓൾറെഡി ജയിച്ച് കഴിഞ്ഞവരാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ അകത്തുണ്ടാണ്. ആമേൻ. കർത്താവ് നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭയത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതായത് പാരമ്പര്യമായ സകല പാറ്റേണുകളിൽ നിന്നും ആമേൻ എല്ലാ പൈശാചികമായ അറ്റാക്കുകളിൽ നിന്നും എല്ലാ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ച് കഴിഞ്ഞു, ഡെലിവർ ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് നമ്മളെ ഇവിടോട്ടാക്കി വെച്ചു. അതായത് പുതിയ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, പുതിയ അധികാരത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക്, ആമേൻ, പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക്, ആമേൻ, ഒരു പുതിയ ഭാവിയിലേക്ക് യേശു ക്രിസ്തുവിൽ നമ്മൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇത് ക്രിസ്തുവിൽ നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പുത്രൻ രാജ്യത്തിലാക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഭയങ്കര ദരിദ്രവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു രാജ്യത്ത് താമസിക്കുക. ദാരിദ്ര്യവും പ്രശ്നങ്ങളും എപ്പോഴും കലാപങ്ങളും ഒക്കെ നടക്കുന്ന ഒരു രാജ്യമാണെന്ന് വെച്ചു. ആ രാജ്യത്ത് താമസിക്കുമ്പോൾ വേറെ ഒരു സമൃദ്ധിയുള്ള രാജ്യത്തെ, സമാധാനമുള്ള രാജ്യത്തെ, സന്തോഷം സ്വസ്ഥതയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്തെ ഒരു രാജാവ് വന്ന് ഈ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് പൊക്കി അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി പാസ്പോർട്ടും കൊടുത്ത് ആ രാജ്യത്തിലാക്കി വെക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതായത് ലീഗലി നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, നമ്മളെ എങ്ങോട്ടാക്കി മാറ്റി? ആമേൻ, തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ. അതായത് നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്ന നമ്മളെ അതിൻ്റെ സകല ശക്തികളിൽ നിന്നും വിടുവിച്ചിട്ട് എവിടെയാക്കി? തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി തീർത്തിരിക്കുക. അതുകൊണ്ട് ജയം അല്ലെങ്കിൽ ഡെലിവറൻസ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമായി മാറി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ കരമുയർത്തി പറയണം, കർത്താവെ, എന്നെ സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം, എന്നെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം, എന്നെ ക്രിസ്തുവിലാക്കിയതിനായിട്ട് സ്തോത്രം. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ അവൻ രക്ഷിക്കപ്പെട്ടവന്, സ്നാനപ്പെട്ടവന്, പക്ഷേ അവൻ ഭയങ്കര ഭയവും പ്രത്യേകിച്ച് രാത്രിയിൽ വേണ്ടാത്ത സ്വപ്നങ്ങളും ഒക്കെ കണ്ട് നിരന്തരമായ പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം അവൻ്റെ ഉള്ളിലൊരു വെളിപ്പാടായിട്ട് ഒരു വെളിപ്പാടായിട്ട് വന്നു. അപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഈ അധികാരത്തിൽ നിന്ന്, ഈ ഭയപ്പെടുത്തുന്ന അധികാരത്തിൽ നിന്ന് കർത്താവ് എന്നെ സ്വതന്ത്രനാക്കിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിധൈര്യത്തോടെ പറയാൻ തുടങ്ങി, ഞാൻ കർത്താവിൽ സ്വതന്ത്രനാണ്. ആമേൻ. നിങ്ങൾക്കറിയാമോ, വളരെ ചുരുക്കം ആഴ്ചകൾ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ പരിഹരിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. കാരണം എന്താണെന്നറിയോ? നമുക്കൊരു ബോധ്യം വന്നു, ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വന്നിരിക്കുക. ആമേൻ. നമ്മുടെ ആ ബോധ്യമാണ് നമ്മളെ അത്ഭുതമാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എന്ത് ചെയ്യണം? ആമേൻ, എല്ലാ ദിവസവും വിളിച്ചു പറയണം, ഞാൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ യേശുവിനായി, ഐ ബിലോങ് ടു ജീസസ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഉള്ളവനാണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യണം.
ആമേൻ. എന്തെങ്കിലും പൈശാചികമായ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യണം. അവൻ എതിർത്ത് നിൽക്കണം. പറയണം, നോ, എൻ്റെ മേൽ ഇരുട്ടിൻ്റെ അധികാരത്തിന് യാതൊരു പവറുമില്ല. ഞാൻ അതിനകത്തുനിന്ന് സ്വതന്ത്രനായത്. ഫിയർ ആണെങ്കിലും കൺഫ്യൂഷൻ ആണെങ്കിലും അവൻ രാത്രിയിലെ ഭയങ്ങളാണെങ്കിലും അന്നേരം തന്നെ അതിനെ എതിർത്ത് നിൽക്കുകയും അതിനെ ശാസിക്കുകയും ചെയ്യണം. അതുപോലെ ദൈവവചനത്തെ ധ്യാനിക്കുകയും ആ വചനത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുകയും ചെയ്യണം. വചനം ധ്യാനിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ സ്വാതന്ത്ര്യകരമായ ജീവിതം നയിക്കാൻ. അതുപോലെ തന്നെ ഈ ഇരുട്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാര്യത്തിലും ഇടപെടാം. ഉദാഹരണം പറഞ്ഞ് ഈ വേണ്ടാത്ത റോങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കാൻ പാടില്ല. ആമേൻ. ദൈവഹിതമല്ലാത്ത, അതായത് ഈ ഇരുട്ടിൻ്റെ ശക്തികളെ ആമായിട്ട് കണക്റ്റഡായ ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് മ്യൂസിക്സുകളെ, മൂവീസ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്കും അങ്ങനെയുള്ള കോൺവെർസേഷനുകളിലേക്കും ഒന്നും നമ്മൾ പോകാതിരിക്കുന്നത് നല്ലത്. ആമേൻ. എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ദൈവമക്കളുമായ കൂട്ടായ്മയിൽ നടക്കുകയും ചെയ്യണം. എപ്പോഴും വിക്ടറി ഡിക്ലറേഷൻ നടക്കണം. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ ക്രിസ്തയേശുവിൽ എന്നെ എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന ഡിക്ലറേഷനൊക്കെ ദിവസവും നടത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയകരമായി ആ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന അതേ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയും. കാരണം ഒന്നുകൂടി ഉയർത്തി പറ, ഈ മാസം ഞാൻ നടക്കുന്നത് ജയത്തിലാണ്. എല്ലാ ശത്രുവിൻ്റെ ചെയിനുകളും എൻ്റെ ലൈഫിൽ നിന്ന് പൊട്ടിപ്പോയി. എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളും എന്നിൽ നിന്ന് മാറിപ്പോയി. വിശ്വാസത്തോടെ പറഞ്ഞാണ്ട് എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം എല്ലാം ദൈവിക അനുഗ്രഹത്തിലാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, ഈ സന്ദേശം കേട്ട കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ജയകരമായി മുന്നേറുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാര്യങ്ങൾ ഉയർത്തിപ്പറ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.